എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ. പണ്ടുള്ളവർ പറഞ്ഞ പോലെ ചട്ടിയും കലയുമാവുമ്പോൾ തട്ടിയും മുട്ടിയുമൊക്കെ ഇരിക്കും അല്ലേ? ഇണങ്ങിയും പിണങ്ങിയുമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിണങ്ങിക്കഴിഞ്ഞാൽ എന്ത് വികാരമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്? ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. കഥയുടെ പേര് നല്ലത് മാത്രം. ഡ്രോയിങ് റൂമിലിരുന്ന് ചേച്ചിയും അനിയത്തിയും കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തോ കാര്യത്തിന് അവർ രണ്ടുപേരും പിണങ്ങി. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ പലതും പറഞ്ഞു. ഞാനിനി നിന്നോട് സംസാരിക്കാനേ ഇല്ല. ചേച്ചിയാണത്രേ ചേച്ചി. എനിക്ക് നിന്റെ മുഖം കാണുമ്പോഴേ കലി കരുന്നുണ്ട്. പോയാട്ടെ അവിടെ നിന്ന്. എനിക്കും ചേച്ചിയെ കാണണ്ട. ഞാനും പോവുകയാണ്. ഞാനൊന്നും മിണ്ടാനേ വരുന്നില്ല. പോവാണ് എന്ന് പറഞ്ഞ് അനിയത്തി റൂമിൽ കയറി വാതിലടച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു. എന്താ? എൻ്റെ മുഖം കാണണ്ടെന്നല്ല പറഞ്ഞത്. അത് എന്തിനാ ചേച്ചി വന്നിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. ആരോടെങ്കിലും പിണങ്ങിയാൽ അവരുമായി ഉണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണമെന്ന് അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമ്മെ സന്തോഷിപ്പിച്ച അവരുടെ ഗുണങ്ങളെക്കുറിച്ച് ഓർക്കുക. നാം രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന കുറേ നല്ല നിമിഷങ്ങൾ ഞാൻ ഓർത്തെടുത്തു. നമ്മൾ രണ്ടുപേരും സ്നേഹത്തോടെ കളിച്ചതും ഒന്നിച്ച് പാട്ടുപാടിയതും നമ്മൾ തമാശ പറഞ്ഞതും എല്ലാം ഞാൻ ഓർത്തു. ഒരു മിഠായി കിട്ടിയിട്ട് അത് പങ്കിട്ട് കഴിച്ചതും കഥ പറഞ്ഞതും എല്ലാം എൻ്റെ മനസ്സിലൂടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കടന്നുപോയി. എന്നാ എൻ്റെ കയ്യിലൊരു ഡയറി മിൽക്ക് ഉണ്ട്, നമുക്കത് ഷെയർ ചെയ്ത് കഴിക്കാം. രണ്ടുപേരും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൈ കോർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. മിഠായി പങ്കിട്ട് കഴിച്ചു. ഈ കഥ എങ്ങനെയുണ്ട്? ഈ കഥ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കം മനസ്സിലുണ്ടെങ്കിൽ അത് മറന്ന് അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടാവട്ടെ. എല്ലാ പിണക്കങ്ങളും ഇല്ലാതായി ഒന്നിച്ചു ചേരാൻ ദൈവം തുണയ്ക്കട്ടെ. നന്ദി, നമസ്കാരം.